എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫ്രാക്ഷനെ കുറിച്ചാണ് പറയുന്നത്. ഫ്രാക്ഷനിൽ നമ്മൾ എങ്ങനെയാണ് കമ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഫ്രാക്ഷൻസ് കമ്പയർ ചെയ്യണതാണ് നമ്മളിന്ന് പറയുന്നത്. അതിനുള്ള എളുപ്പ വഴിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതില് നമ്മൾ ആലോചിക്കാനുള്ളത് എന്താന്ന് വിചാരിച്ചാൽ, ഫസ്റ്റ് അംശവും ഛേദവും ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ a/b എന്നുള്ള ഫോമിലാണ് എഴുതണതെന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ ഇതെന്ന് പറയുന്നത് അംശമാണ്, എ എന്ന് പറയുന്നത് അംശവും ഇത് ഛേദവുമാണ് അല്ലെ. ഇനി ഒരേ ഛേദമുള്ളതാണെന്ന് വിചാരിക്കാം, അതായത് അടിയിലുള്ളത് ഒരേപോലെയാണ് എന്നുണ്ടെച്ചെങ്കിൽ അപ്പൊ മുകളിലുള്ളത് വലുതായിരിക്കും വലുതായിട്ട് വരുന്നത്. അതായത് ഇപ്പൊ ഒരു 5/7 2/7 ആണ് വെച്ചെങ്കിൽ ഏതാണ് വലുത്? ഇത് രണ്ടും സെയിം ആണ് അല്ലെ, 7 സെയിം ആണ്. അപ്പൊ ഇതില് ഏറ്റവും വലുത്, അതായത് 5 വലുത്. അപ്പൊ ഇങ്ങനെയാണ് വരാന്ന്, 5/7 ഗ്രേറ്റർ ദാൻ 2/7. അതായത് ഇതാണ് 5/7 വലുത്. ഇനി അടുത്തത് ഒരെണ്ണം നോക്കാം, 8/11 10/11. ഇതിലെന്താണ് വരിക? ഏതാണ് വലുത് വരിക? ഇത് 11 എല്ലാം സെയിം ആണ്. അപ്പൊ നമുക്ക് ഏറ്റവും വലുതാണ് വലുതായി വരിക. അപ്പൊ 10 എന്നുള്ളതാണ് വലുത്. അപ്പൊ ഇങ്ങനെയാണ് വരിക. ഇനി നമ്മള് അംശം ഒരേപോലെയുള്ളത് നോക്കാം. അംശം ഒരേപോലെയുള്ളത് ഇപ്പോ ഒരു 7/35 അല്ലെങ്കിൽ അത്രയും വലുത് വേണ്ട, 1/5 1/7 നോക്കിയിട്ട് വെച്ചിങ്ങ ഇതെന്താണ്? 1 സെയിം ആണ് അല്ലെ. ഇനി അപ്പൊ ഇവിടെ എങ്ങനെയാണ്? ഇതിൽ നേരെ തിരിച്ച്, അതായത് ചെറുതാണ് വലുതായിട്ട് വരിക. അതായത് ഛേദം ചെറുതായിട്ടുള്ളതാണ് വലുതായിട്ട് വരിക. അതായത് 1/5 ഗ്രേറ്റർ ദാൻ 1/7 എന്ന് എഴുതാം. ഇനി വേറെ തരത്തിൽ ഒരെണ്ണം കൂടി ഉണ്ട്, മൂന്നാമത്തെ തരം ഒരെണ്ണം ഉണ്ട്. അതെങ്ങനെയാണ്? അംശവും ഛേദവും വ്യത്യാസമായിട്ടുള്ളത്. അത് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 5/6 7/9 എന്ന് എടുത്തു. അപ്പൊ നമ്മൾ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? 9 45 ഇവിടെ വരും, 7 42 വരും. ഇതിലെ ഏത് ഭാഗത്താണ് വലുത് വന്നത്? 45 വലുത് അല്ലെ. അപ്പൊ ഇതിനെ ഇങ്ങോട്ടാണ് ഇടേണ്ടത്. അപ്പൊ 5/6 ഇതിൽ വലുത്. അതായത് വലിയ സംഖ്യ കിട്ടണോടത്താണ് വലുതായിട്ട് പറയേണ്ടത്. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1/5 1/7. അപ്പൊ ഇതിൽ എന്താണ്? അംശം ഒരേപോലെയാണ് അല്ലെ. അപ്പൊ ഇതിൽ ഏതാണ് വലുത്? ഛേദം ചെറുതായിട്ടുള്ളതാണ് വലുതായിട്ട് വരിക. അപ്പൊ 1/5 ഗ്രേറ്റർ ദാൻ 1/7. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1/9 1/6. ഇങ്ങനെ വരുമ്പോഴോ അംശം ഒരേപോലെയാണ് അല്ലെ. അപ്പൊ ഛേദം എന്താണ്? ചെറുതായിട്ടുള്ളതാണ് വലുതായി വരിക എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയാണ് വരിക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, 1/10 1/6. അപ്പൊ ഇതിൽ ഏതാണ് വലുതായിട്ട് വരിക? അതായത് 6 വലുതായിട്ട് വരിക. അതായത് ഏറ്റവും ചെറുത്, ഛേദം ചെറുതായിട്ടുള്ളതാണ് അതില് ഫ്രാക്ഷനില് വലുതായിട്ട് വരിക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, 3/4 5/6. ഇങ്ങനെ വരുമ്പോഴോ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. 3 18 4 20. അപ്പൊ ഏതാണ് വലുത്? 20 വലുത്. അപ്പൊ ഇങ്ങനെയാണ് വരിക. വലുതായിട്ടുള്ളത് 5/6. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, 2/5 5/7. അങ്ങനെ വരുമ്പോഴോ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തോളൂ. 7 14 5 25. അപ്പൊ ഏതാണ് വലുത്? ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതി തരാം, നിങ്ങൾ ചെയ്തിട്ട് കമന്റ് ചെയ്താലും മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3/5 4/9. ഇവിടെ എന്താണ് വരാന്ന് എഴുതണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 6/8 3/4. ഇത് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ് കേട്ടോ.
ഇങ്ങനെ കമ്പയർ ചെയ്യണ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. 6/11 5/33. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 7/15 13/25. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 1/5 7/5. ഇതൊക്കെ വേഗത്തിൽ ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, ഇത് ഛേദം ഒരേപോലെയാണ്. അപ്പൊ അംശം ഏറ്റവും വലുതുള്ളതാണ് വലുത് എന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ 7/5 വലുത് എന്നറിയാം. അതൊക്കെ സെക്കൻഡ് കൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. 3/5 4/15. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനും കൂടി എഴുതാം. 6/7 3/28. ഇത് എല്ലാം നിങ്ങൾ ചെയ്തു നോക്കുക. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് മിക്സ്ഡ് ഫ്രാക്ഷൻ, അതായത് മിശ്രഭിന്നമായിട്ടുള്ള സംഖ്യകളെ എങ്ങനെയാണ് കമ്പയർ ചെയ്യുക എന്നുള്ളത് പറഞ്ഞു തരാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.